എല്ലാവർക്കും റാങ്ക് ഉറപ്പാക്കണ്ടേ? കറന്റ് അഫയേഴ്സ് അതുപോലെ GK, ഇംഗ്ലീഷ്, മാത്സ് അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് ഈ വെബിനാർ, ദെൻ അതുപോലെ തന്നെ കംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽ, നിങ്ങളെ കാത്ത് ഒരു സർപ്രൈസ് പാക്കേജ് കൂടെ ഉണ്ട്. ഹായ് എവരിവൺ, വെൽക്കം ടു എജുസ് അക്കാദമി. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് JLA അല്ലെ, ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ്. അപ്പോൾ ആ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് എജുസ് അക്കാദമി ഒരു സൗജന്യ വെബിനാർ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്നാണ് നോക്കാം. November 17 ആണ് ഈ വെബിനാർ നടക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. എല്ലാവർക്കും റാങ്ക് ഉറപ്പാക്കണ്ടേ? വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നിർബന്ധമായിട്ടും ഈ സൗജന്യ വെബിനാർ അറ്റൻഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ JLA ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. അതുപോലെ തന്നെ VHSC MLT കാർക്കും ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്ന +2 സയൻസുകാർക്ക് വന്നു ചേർന്നിരിക്കുന്ന ഒരു വലിയ സുവർണ അവസരമാണ് അല്ലെ. വേറെ ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ ചോദിക്കുന്നില്ല. ജസ്റ്റ് +2 സയൻസ് ആണ്, VHSC MLT അതാണ് ആകെ ചോദിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഏജ് വരുന്നത് 18 to 36 ആണ്. എല്ലാ PSC എക്സാം പോലെ തന്നെ ഏജ് വരുന്നത് 18 to 36 ആണ്. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പഠിച്ചാൽ കിട്ടുമോ? കിട്ടും, നിങ്ങൾക്ക് തന്നെ കിട്ടും. കിട്ടാതെ വേറെ എവിടെയും പോയില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം +2 സയൻസ് ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം +2 നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി +2 പഠിച്ച സെയിം സിലബസ്, നമ്മൾ NCERT ബേസ്ഡ് സിലബസ് തന്നെയാണ് JLAക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. മറ്റു എക്സാം പോലെ തന്നെ ബാക്കി PSC എക്സാം പോലെ തന്നെ കറന്റ് അഫയേഴ്സ് അതുപോലെ GK, ഇംഗ്ലീഷ്, മാത്സ് അങ്ങനെ ഒന്നും ചോദിക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ കുറച്ച് MLT പാർട്ട് 1 വരുന്നത് MLT ആണ്. 50 മാർക്ക് വരുന്നത് MLT ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ആകെ അത് മാത്രമേ പഠിക്കാനുള്ളൂ. അതുപോലെ +2 സയൻസ് കഴിഞ്ഞവർക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ച സെയിം ടോപ്പിക്സ് തന്നെയാണ് വരുന്നത്. പുതിയതായിട്ട് ഒന്നും തന്നെ പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്നാണ് JLA എക്സാം എന്നാണ് നോക്കാം. അപ്പോൾ ഉടനെ തന്നെ, അതായത് നമുക്കൊരു അടുത്ത മാസം ഡിസംബറോട് കൂടി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആരും വെയിറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൺഫർമേഷൻ, ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ കൺഫർമേഷനും എക്സാമും അതിനോടൊപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ, ദെൻ എങ്ങനെ പഠിക്കണം? ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഒരു എക്സാമിന് പഠിക്കുക? അപ്പൊ നമ്മൾ ഓൾറെഡി ചിലപ്പോൾ എക്സാമിന് പ്രിപ്പയർ മുന്നേ ചെയ്തിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരായിരിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഒരുപാട് എക്സാം, സാധാരണ നമ്മൾ ഒരുപാട് എക്സാം ഒക്കെ പഠിച്ചു വന്നിരുന്നവരാണ്. പക്ഷെ അതുപോലെയല്ല, PSCക്ക് കുറച്ചും കൂടി നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് അല്ലെ, കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഫർ ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ വേണം പഠിക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓരോ കാലിബർ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ചിലർക്ക് കാലത്ത് പഠിക്കണം, അല്ലെങ്കിൽ ചിലർക്ക് വൈകുന്നേരം ആയിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് എഴുതി പഠിക്കണം, അല്ലെങ്കിൽ ചിലർക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന പോലെ ടീച്ചിങ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് ഈ വെബിനാർ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒരുപാട് സ്റ്റഡി ട്രിക്സും കാര്യങ്ങളൊക്കെ തന്നെ ഈ വെബിനാറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെ ഓർത്തിരിക്കാം? നമുക്കിപ്പോ ഇപ്പൊ നമ്മൾ ബയോളജി, നമ്മുടെ JLA സിലബസിലെ ബയോളജി എല്ലാം വരുന്നുണ്ട് അല്ലെ. ഒരുപാട്, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, നമ്മൾ ഒരുപാട് സയന്റിഫിക് ടേംസും ഓരോ നെയിംസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഒരുപാട് വർഷങ്ങളും അല്ലെ, പ്രത്യേകിച്ച് PSCക്ക് ഒരുപാട്, ഇപ്പോൾ ഈ വർഷം നോബൽ പ്രൈസ് കിട്ടിയത്, ഈ വർഷം സയൻസ് നോബൽ പ്രൈസ്, അങ്ങനെ ഒരുപാട് ഇയേഴ്സും നമ്പേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഒരുപാട് ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയൊരു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് വെക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ കാണുന്ന സ്ഥലത്ത്, നമ്മൾ മിററിലോ കിച്ചണിലോ നമ്മൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, ആ സ്ഥലത്തൊക്കെ ഒരു കുഞ്ഞ് സ്റ്റിക്കി നോട്ട് ആക്കിയിട്ട് വെക്കുക. അതുപോലെ തന്നെ എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട് കുഞ്ഞു പാട്ടുകളോ നിമോണിക്സ് അങ്ങനെ കുറച്ച് കുഞ്ഞു പൊടിക്കൈകളൊക്കെ, ഒരുപാട് ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. JLA സിലബസ് നമ്മൾ കവർ ചെയ്താൽ മാത്രം പോരാ, നമ്മളത് എപ്പോഴും റിവൈസ് ചെയ്യണം അല്ലെ. നമ്മൾ റിവിഷൻ ചെയ്ത് നമ്മൾ എപ്പോഴും അത് ഓർത്തിരിക്കണം. ഓരോ ടേംസും, ഇയർ ആയിക്കോട്ടെ, നമ്പേഴ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ അത് എപ്പോഴും ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഒരുപാട് ട്രിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലായിട്ട് നമ്മൾ തരുന്നതാണ്. ദെൻ എക്സാം സ്ട്രാറ്റജീസ്. ഇനി നമുക്ക് എക്സാം സ്ട്രാറ്റജീസ് നോക്കാം അല്ലെ. എന്താണ് ഒരു തന്ത്രപരമായിട്ട് നമ്മൾ നേടിയെടുക്കണം അല്ലെ. നമ്മൾ എക്സാമിന്റെ ഒരു മോഡൽ നമുക്ക് മനസ്സിലാക്കിയിട്ട്, നമുക്കറിയാം എക്സാം നമ്മളൊരു 100 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പൊ ഇന്ന സമയത്തുള്ള 90 മിനിറ്റിനുള്ളിൽ നമുക്ക് അത് കവർ ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ഒരുപാട് എക്സാം ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു മൊഡ്യൂൾ എടുത്തതിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്യുക. അതുപോലെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഏരിയ എന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറച്ച് തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ എക്സാം നിങ്ങൾക്ക് കവർ ചെയ്യാം. ഈ എക്സാം സിലബസ് ഒക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ എക്സാം ഈസി ആയിട്ട് അറ്റൻഡും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ,
ഇനി അൾട്ടിമേറ്റ് എക്സാം പ്രിപ്പറേഷൻ പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വേണം. ഇപ്പോൾ ഇത്ര സിലബസിൽ ഒരു സിലബസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സിലബസ് എടുത്തിട്ട് അതിലെ പാർട്ട് 1 അതിൽ പാർട്ട് 2 അങ്ങനെ ഒരുപാട് ഉണ്ടാവും അല്ലെ, അതിലെ മൊഡ്യൂൾ ഉണ്ടാവും, അതിൽ ടോപ്പിക് വൈസ് ഉണ്ടാവും. അങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ വേണം. അതുപോലെ തന്നെ സ്മാർട്ട് എക്സാം ടിപ്സ് ആൻഡ് ട്രിക്സ്. നമ്മൾ എക്സാം സിലബസ് കവർ ചെയ്തു, പക്ഷെ എന്നിരുന്നാലും നമുക്ക് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ വേണം, എന്നാലാണ് നമുക്ക് ഓർമ്മയിരിക്കുള്ളൂ. നമ്മൾ സിലബസ് കവർ ചെയ്യുന്നതിലല്ല, അത് എപ്പോഴും ഓർത്തിരിക്കുക, അതിലാണ് ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. ഓക്കെ, ദെൻ സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ മെത്തേഡ്. നമ്മൾ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കുറച്ച് ന്യൂമോണിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് എപ്പോഴും അത് ഓർത്തിരിക്കുക. അതിനുവേണ്ടി നമ്മൾ ഒരു നോട്ട് ഒരു മൊഡ്യൂളിലെ ഇമ്പോർട്ടന്റ് ഏരിയ മാത്രം ഒന്ന് സോർട്ട് ചെയ്യുക, അങ്ങനെ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ദെൻ സ്റ്റേ മോട്ടിവേറ്റഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തളർന്നു പോകും. നമുക്കിപ്പോൾ പഠിച്ച് ചിലപ്പോൾ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടിയില്ല എന്ന് കരുതി നമ്മൾ തളർന്നു പോരും. നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, നമ്മൾ എക്സാം കഴിയുന്നത് വരെ നമ്മളിപ്പോൾ ഒരു കുറച്ച് നാളല്ലേ ഉള്ളൂ. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ കൺഫർമേഷനും ബാക്കി എക്സാം ഒക്കെ ആവും. അപ്പൊ ആ ഒരു 6 മാസം മാത്രം, ആ ഒരു 6 മാസം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ 6 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എക്സാം റാങ്ക് ലിസ്റ്റിൽ വരുന്നു, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നു, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. ഈ 6 മാസം നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുക. പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരും, പക്ഷെ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കരുത്. അതിന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലൈഫിനെ പറ്റി, ആ ഒരു കാലത്തെ പറ്റി മാത്രം ചിന്തിക്കുക. ദെൻ മെമ്മറി ബൂസ്റ്റ് ടെക്നിക്. നമുക്ക് ഓർമ്മ, ഒരു മറവി, അതൊരു വലിയ പ്രശ്നമേ അല്ല, എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും റിവൈസ് ചെയ്ത് ആ മറവിയെ മറികടക്കണം. നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ ഈ പറഞ്ഞ പോലെ നമ്മളൊരു സ്റ്റിക്കി നോട്ടോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്തിലോ, നമ്മൾ മിററിന്റെ ഫ്രണ്ടിലോ കിച്ചണിലോ നമ്മൾ ലാബിലോ നമ്മൾ എവിടെയാണോ എപ്പോഴും ഉണ്ടായിരിക്കുക അവിടെയൊക്കെ ഒരു കുഞ്ഞു സ്റ്റിക്കി നോട്ടായിട്ട് വെക്കുക. അതുപോലെ ന്യൂമോണിക്സ്, എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ന്യൂമോണിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു മെമ്മറി ബൂസ്റ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉപയോഗിക്കുക. അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ നിങ്ങൾക്ക് ലൈവ് സെക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് ഇപ്പൊ എഡ്ജസ് അക്കാദമിയിൽ ആപ്പിൽ ക്ലാസ് റെക്കോർഡഡ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ലൈവ് സെക്ഷനിലൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് എന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ അല്ലേ. അപ്പൊ ആ ഡൗട്ട് ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ചിലപ്പോൾ ഒരു ലൈവ് സെക്ഷനിൽ ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ ഞാൻ ഡൗട്ട് ചോദിച്ചാൽ പ്രശ്നമാവോ, എന്ത് വിചാരിക്കും, ബാക്കിയുള്ള കുട്ടികൾ എന്ത് വിചാരിക്കും, അങ്ങനെ ഒന്നും കരുതേണ്ട കാര്യമില്ല. നിങ്ങൾക്കായിട്ടുള്ളതാണ് ലൈവ് സെക്ഷൻ ഒക്കെ. അപ്പോൾ ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആവണം എന്നുള്ളത് അല്ലെ, നമുക്ക് ഒരു ഇത് വേണം അല്ലെ, എനിക്കുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ആവണം, ഇനി ഡൗട്ടും വെക്കാൻ പാടില്ല, അതിനാണ് ലൈവ് സെക്ഷൻ ഒക്കെ വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഡൗട്ട് ഉള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ലൈവ് സെക്ഷൻ വരുമ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യുക. ആരും എന്ത് വിചാരിക്കുന്നു ഒന്നും കരുതേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഡൗട്ടാണ്, അത് ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവാ. ഡൗട്ട് ഇങ്ങനെ കൂട്ടി വെക്കരുത് ലാസ്റ്റിലോട്ട്. ചിലപ്പോൾ നമുക്ക് അടുത്ത പോർഷൻസ് അതിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ എപ്പോഴാണോ ഡൗട്ട് വന്നത് അത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് പേഴ്സണൽ മെന്റേഴ്സ് എല്ലാവരും ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ട്യൂട്ടേഴ്സിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ മെന്റർ വഴി ഒക്കെ അങ്ങനെ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എപ്പോഴാണോ ഡൗട്ട് വന്നത് അത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക. ലൈവ് സെക്ഷനിലാണെങ്കിലും ആ ഒരു വീക്കിലെ ക്ലാസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ആ വീക്ക് ലൈവ് സെക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്തെടുക്കുക. ദെൻ അതുപോലെ തന്നെ കംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽ. നമ്മൾ നോട്ട്സും കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പർ ആയിട്ട് ക്ലാസ് കേട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി വെക്കുക. കുഞ്ഞു ഷോർട്ട് നോട്ട്സും നമ്മൾ വെറുതെ റെക്കോർഡഡ് ക്ലാസ് ആണ്, നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, പക്ഷെ ചുമ്മാ കണ്ട് നമ്മൾ വിചാരിക്കും ആപ്പിൽ ഉണ്ടല്ലോ, അങ്ങനെയല്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ എപ്പോഴും ഒന്ന് കീപ്പ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് റെഗുലർ ക്ലാസ് ഒക്കെ കണ്ട് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. ദെൻ മോക്ക് ടെസ്റ്റ് ആൻഡ് പെർഫോമൻസ് അനാലിസിസ്. നിങ്ങൾക്ക് ഇപ്പോൾ റെഗുലർ ക്ലാസ് റെക്കോർഡഡ് ക്ലാസ് നമ്മൾ റെഗുലർ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. ഓക്കെ, ആ ടെസ്റ്റ് പേപ്പറും അതുപോലെ ആ ടെസ്റ്റ് പേപ്പറിന്റെ PDF ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പോൾ സമയമില്ലാതാവുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെറുതെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ മാത്രം വേഗം ഒന്ന് വായിച്ചു പോവാം, അപ്പൊ ആ ക്ലാസ്സിന്റെ എല്ലാ പ്രാക്ടീസ് ക്വസ്റ്റ്യനും പെട്ടെന്ന് വായിച്ചു പോവാം. അങ്ങനെ ആരും കരുതരുത്. ആ ക്ലാസ്സിന്റെ ടെസ്റ്റ് പേപ്പർ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു പോകുമ്പോൾ ഓക്കെയാണ്, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്യും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും PSCക്ക് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം ടൈം മാനേജ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആകെ 90 മിനിറ്റ് ആണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ കറക്റ്റ് ആയിട്ട് ഒരു മിനിറ്റ് പോലും കറക്റ്റ് ഇല്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ വായിച്ച് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യണം. അപ്പൊ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കിപ്പോൾ ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡിങ് വരുന്നുണ്ടോ. അപ്പൊ ഫസ്റ്റ് ഒക്കെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം വീണ്ടും അറ്റൻഡ് ചെയ്യുക.
വീണ്ടും റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് പ്രാക്ടീസ് ക്വസ്റ്റൻ ഒക്കെ ടെസ്റ്റ് പേപ്പർ ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെ പറ്റി ഒരു സെൽഫ് അനാലിസിസ് നടത്താനായിട്ട് സാധിക്കും അല്ലെ. കാരണം എനിക്ക് പറ്റി, എനിക്ക് ഇന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റി എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് എന്തായാലും ഈ എക്സാം നേടിയെടുക്കാം, ഈ ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ഈ വെബിനാർ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നിങ്ങളെ കാത്ത് ഒരു സർപ്രൈസ് പാക്കേജ് കൂടെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ അന്നാണ് പറയുള്ളൂ, സർപ്രൈസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും വെബിനാർ അറ്റൻഡ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഒരു സുവർണ അവസരമാണ്, ഒരു സൗജന്യ വെബിനാർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പഠിക്കാം, സ്റ്റഡി ട്രിക്സ്, ഒരുപാട് സ്റ്റഡി ട്രിക്സും കാര്യങ്ങളും എക്സാം സ്ട്രാറ്റജിയും ഒക്കെ നമ്മൾ ഈ വെബിനാറിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുക. എന്നാണ് ഡേറ്റ്? നവംബർ 17 ആരും മറക്കരുത്, എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ വെബിനാറിന്റെ ലിങ്ക് നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെബിനാറിന്റെ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നിങ്ങളെ കാത്ത് എന്തുണ്ട്? ഒരു സർപ്രൈസ് പാക്കേജ് ഉണ്ട് അല്ലെ, ഒരു സമ്മാനമുണ്ട്. അപ്പോ സമ്മാനത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഈ ജയലേ എന്ന സ്വപ്നം കണ്ട് നടക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വെബിനാർ നിങ്ങൾ നിർബന്ധമായിട്ടും, ആ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ എല്ലാവരും നിർബന്ധമായിട്ടും ഈ വെബിനാർ അറ്റൻഡ് ചെയ്യണം. നവംബർ 17 മറക്കരുത്. എന്നാണ്? നവംബർ 17 എല്ലാവരും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്കും അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ എല്ലാവരും വെബിനാർ അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.